നിക്കടാ, ഒരു കാര്യം പറയാനാ. നീ ഇത് കൊണ്ടൊക്കോ. അപ്പൊ നിനക്ക് വേറെ ആരെങ്കിലും എറിഞ്ഞൂടെ? നിക്കടാ. ഗുഡ് മോർണിംഗ്. ഇന്നൊരു തിങ്കളാഴ്ച ദിവസമാണ്. ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്നല്ലേ? പാടിച്ചറ, തിരുനെല്ലി, സുൽത്താൻ ബത്തേരി. പോകുന്നത് ഈ സ്ഥലത്തേക്കൊന്നും അല്ല കേട്ടോ, പിന്നെ ഇവിടേക്കാണെന്നല്ലേ പറഞ്ഞുതരാം. വൃത്തിയുടെ കാര്യത്തിൽ മറ്റു KSRTC സ്റ്റാൻഡുകളെ പോലെ തന്നെ പത്തനംതിട്ടയും നമ്പർ 1 ആണ് കേട്ടോ. അതിന് കാരണവും യാത്ര ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. സമയം ഇപ്പോൾ 7:30 മണിയായേ. നമ്മളിപ്പോൾ ഉള്ളത് അടൂർ ബസ് സ്റ്റാൻഡിലാണ്. സമയം 7:56. നമ്മുടെ ബസ് കൊട്ടാരക്കര സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല കേട്ടോ, നമുക്ക് ഒരു ബസ് കൂടെ കയറാനുണ്ട്. ഈ ടിക്കറ്റ് കണ്ടാൽ എങ്ങോട്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടോ? നിക്ക് സ്ക്രോൾ ചെയ്യാൻ വരട്ടെ. എന്റെ കൂടെ അല്ലേ വരുന്നേ, ഞാൻ പറഞ്ഞു തരാം എങ്ങോട്ടാ പോകുന്നതെന്ന്. ഈ ഒരു റെയിൽവേ പാളം ക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് പോകാനുള്ളത്. രണ്ട് സൈഡിലും ട്രെയിൻ വരുന്നുണ്ടോ നോക്കിയിട്ടൊക്കെയാണ് ക്രോസ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് പതിയെ നടക്കണം. റോഡൊക്കെ അത്യാവശ്യം കുണ്ടും കുഴിയാണ്. ഒരു പരിധി കഴിഞ്ഞാൽ റോഡ് വൃത്തിയാവുകയും ചെയ്യും. ബോർഡ് കണ്ട് മനസ്സിലാക്കാത്തവർക്ക് വേണ്ടിയാണ് ESI ഹോസ്പിറ്റൽ എഴുകോൺ. അമ്മയൊന്ന് ഡോക്ടറെ കാണിക്കാനായിട്ട് വന്നിരുന്നതാണ്. കഴിഞ്ഞ തവണ വന്നപ്പോൾ സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കാനിങ് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ അതിന്റെ പേപ്പർ അവിടെ കൊടുത്തിട്ട് പുറത്തോട്ട് പോകുന്നു. ഇനി അടുത്ത പ്ലാൻ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ദോശയും മുട്ടക്കറിയും ചായയൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വന്ന് സ്കാനിങ് കഴിഞ്ഞ് ഡോക്ടറെ കണ്ടു. 2 മാസം കൂടി ഗുളി കഴിക്കാനാണ് പറയുന്നത്. തിരിച്ച് വീണ്ടും ബസ്സിൽ കയറി കൊട്ടാരക്കരയ്ക്ക് ടിക്കറ്റ് എടുത്തു. ഇതാണ് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ്. ഒരു നാരങ്ങ വെള്ളം കാച്ചിയാലോ? ഒരു നാരങ്ങ വെള്ളം. താമസിക്കാതെ തന്നെ നമുക്ക് അടുത്ത ബസ്സും കിട്ടി. കയറി ഉടനെ തന്നെ ഫ്രണ്ടിൽ തന്നെ സീറ്റ് പിടിച്ചു. KSRTC ബസ്സിന്റെ സമയക്രമം ഒന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഒരേ സമയം 2-3 ബസ്സുകളാണ് പോകുന്നത്. സമയക്രമത്തിൽ മാറ്റം വരുത്തിയാൽ നന്നാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കോ? പണ്ട് മുതലേ കാണുന്ന ഒരു കാര്യമാണ്, ബസ്സിൽ കയറിയ അമ്മ അപ്പം ഉറങ്ങും. ഇറങ്ങേണ്ട സ്റ്റോപ്പ് ആകുമ്പോൾ അമ്മ എഴുന്നേൽക്കുകയും ചെയ്യും. പക്ഷെ അതെങ്ങനെയാണെന്ന് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. എനിക്ക് സങ്കടമൊന്നുമില്ല. എന്നാലും ചെറിയ വിഷമം മാറാനായിട്ട് മുകളിൽ കാണുന്ന സാധനം ചെയ്തിട്ട് പോണേ. അങ്ങനെ നമ്മൾ തിരിച്ച് അടൂർ ബസ് സ്റ്റാൻഡിലെത്തിയേ. ഇവിടെ നിന്ന് തിരിച്ച് പത്തനംതിട്ടയ്ക്ക് പോയത് പ്രൈവറ്റ് ബസ്സിലാണ്. പോകുന്ന വഴിക്ക് കുറച്ച് കുട്ടികൾ പ്രവേശനോത്സവം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നതായിട്ട് കണ്ടേ. ഇന്നെല്ലാവർക്കും ഉച്ചവരെ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ പത്തനംതിട്ട തിരിച്ചെത്തിയേ. ഫുഡ് കഴിക്കാനായിട്ട് യമൻ മന്തിയിലാണ് കയറിയത്. ആ സമയത്ത് HR പത്തനംതിട്ടയിലേക്ക് വരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാന്ന് പ്ലാൻ ചെയ്തേ. നീ കൈയ്യഴുണില്ലേ? പിന്നെ 24 മണിക്കൂർ അലക്കിക്കൊണ്ടിരിക്കണം ഞാൻ കൈയ്യഴുക. അത് ഇത് തിന്നാനായിട്ട്. ഒന്ന് പോടാ അവിടെ. വെറും ഒരു പണിക്കാരനായി എന്നെ പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത മുതലാളി പിരിഞ്ഞിരിക്കാൻ പറ്റും മുതലാളി. സാരമില്ല രമണ, നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം. സ്നേഹയുടെ പത്തനംതിട്ട ഓഫീസിലെ ലാസ്റ്റ് വർക്ക് ഡേ ആയിരുന്നു ഇന്ന്. ആള് പ്രഗ്നന്റ് ആയതുകൊണ്ടും കൊല്ലത്തുനിന്ന് ഇവിടെ ഒരു ട്രാവലിംഗ് ഉള്ളതുകൊണ്ടും ആളെ തിരിച്ചു വീണ്ടും കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ആക്കിയിട്ടുണ്ടായിരുന്നു. സ്നേഹയുടെ സെൻഡ് ഓഫ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയേ. വന്നപാടെ ആദ്യം പോയത് കുഞ്ചിപ്പന്റെ അടുത്തേക്കാണ്. കുഞ്ചിയുടെ കൂടെ തന്നെ ശങ്കരനും ഉണ്ടായിരുന്നേ. അവൻ എന്നെ നക്കുകയും തൊട്ടു നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. കോളിഫ്ലവർ മാതിരിയുള്ള പച്ചക്കറിയാണെന്ന് തോന്നുന്നത്, ഇച്ചിരി കൂടുതലാ. അത് കഴിഞ്ഞപ്പോ അവൻ്റെ അടുത്ത് കളിക്കാൻ തുടങ്ങി. ഇങ്ങനെ അടുത്തേക്ക് വന്ന് കളിക്കുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ അവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുക, ഞാൻ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു.